നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും ഭാരതപ്പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുറത്തൂർ AVS കടവിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം നടത്തുന്നവരാണ് മൃതദേഹം ഒഴുകി വരുന്നത് കണ്ടത്. തുടർന്ന് കരക്കെത്തിക്കുകയായിരുന്നു. എറണാകുളം സ്വദേശി മിലനാണ് മരണപ്പെട്ടത്. കോവിഡ് വാക്സിൻ വിതരണം ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെക്കീൻ അറിയിച്ചു. ജില്ലയിൽ 14,29,029 പേരാണ് ഇതുവരെ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചത്. ഇതിൽ 10,34,254 പേർക്ക് ഒന്നാം ഡോസും 3,94,785 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. 18 മുതൽ 44 വയസ്സുവരെ പ്രായമുള്ള 2,29,622 പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും 50,027 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7,04,526 പേർക്ക് ആദ്യഘട്ട വാക്സിനും 2,82,091 പേർക്ക് രണ്ടാം ഘട്ട വാക്സിനുമാണ് നൽകിയിരിക്കുന്നത്. ജില്ലയിൽ COVID-19 വൈറസ് വ്യാപന സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെക്കീൻ അഭ്യർത്ഥിച്ചു. വീടുകളിൽ അതീവ ജാഗ്രത തുടരണം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ സ്വയരക്ഷയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിലും മറ്റും സമൂഹ സമ്പർക്കത്തിലേർപ്പെടുന്നവർ സാമൂഹ്യ അകലം ഉറപ്പാക്കണം. 2 മാസ്കുകളുടെ ശരിയായ ഉപയോഗത്തിലൂടെ കോവിഡ് വ്യാപനം വലിയ അളവിൽ കുറയ്ക്കാനാകും. കൈകൾ കൃത്യമായ ഇടവേളകളിൽ ശുചിയാക്കുന്നതിലും വീഴ്ച പാടില്ല. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്നതിന് മുമ്പ് ശരീരശുദ്ധി ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. 30ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നിന്നും ഡിഫാം പരീക്ഷയിലെ റാങ്ക് ജേതാവിനെയും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വാർഡ് മെമ്പർ അസ്കർ കോറാട് പ്രതിഭകൾക്ക് ഉപഹാരം നൽകി. വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിയാണ് ഉപഹാരം നൽകിയത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിയായി ഷർബീന മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിയോജക മണ്ഡലം UDF ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കണ്ടിയൂർ മേഖല UDF കമ്മിറ്റി SLC വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് UDF ചെയർമാൻ അഡ്വക്കേറ്റ് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജൻസ് ഓർഗനൈസേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ തിരൂർ ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും പോസ്റ്റർ പ്രചാരണവും നടത്തി. ധർണ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KG സൽമാബായ് ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖല സ്വകാര്യവൽക്കരണ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ നടത്തിയത്. പെരുന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ ഇന്റെ കൽബെ മ്യൂസിക് ആൽബത്തിലെ അത്തറപൂശി എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. താനൂർ സ്വദേശി നിഖിൽ മോഹനാണ് ഈ മ്യൂസിക് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചതും പാടിയതും. കരിപ്പൂർ സ്വർണ്ണ കവർച്ചയിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത റമീസ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അറസ്റ്റിലുള്ള പ്രതി അർജുൻ ആയങ്കിയുടെ അടുത്ത സുഹൃത്താണ് റമീസ്. കണ്ണൂർ അഴീക്കോടുണ്ടായ വാഹനാപകടത്തിലാണ് റമീസ് കൊല്ലപ്പെട്ടത്. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.